ഹായ് മക്കളെ, നമ്മൾ ഷിഫ്റ്റ് 1-ന്റെ ഫെബ്രുവരി സെഷനിലെ ഷിഫ്റ്റ് 1-ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമ്പർ 1 ആക്ച്വലി പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആ ചാപ്റ്ററിലെ ബേസ് തിയറവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്നും ആക്ച്വലി അറിയേണ്ട ആവശ്യമില്ല. അത് ബേസ് തിയറം ആണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ആക്ച്വലി ജസ്റ്റ് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയുള്ള കൺസെപ്റ്റ് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം എന്താ? എ ബാഗ് കണ്ടെയ്ൻസ് 8 ബോൾ. എടാ, ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിൽ എന്തുണ്ട്? 8 ബോൾസ് ഉണ്ട്. ഓക്കെ, സോ ഈ ബാഗിൽ 8 ബോൾസ് ഉണ്ട് നമുക്കറിയാം. പിന്നെ പറഞ്ഞാൽ എന്താ? ഹൂസ് കളേഴ്സ് ആർ എയ്തർ വൈറ്റ് ഓർ ബ്ലാക്ക്. അതായത് ഈ 8 ബോൾ ആരൊക്കെ ഉണ്ട്? വൈറ്റ് ബോൾ ഉണ്ട്, ബ്ലാക്ക് ബോൾ ഉണ്ട്. പക്ഷെ എത്ര വൈറ്റ് ഉണ്ടെന്നോ എത്ര ബ്ലാക്ക് ഉണ്ടെന്നോ അറ്റ് പ്രസന്റ് എന്താ അറിയില്ല, നമുക്കറിയില്ല. മേ ബി എന്താവാം, 4 വൈറ്റും 4 ബ്ലാക്ക് ആവാം, അല്ലെങ്കിൽ 5 വൈറ്റും 3 ബ്ലാക്കും ആവാം. ഓക്കെ, അല്ലെങ്കിൽ 6 വൈറ്റും 2 ബ്ലാക്കും ആവാം. അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എനിവേ നമുക്കറിയില്ല എത്ര ബ്ലാക്ക് ഉണ്ട് എത്ര വൈറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഓക്കെ, ഇനി എന്താ? എടാ, ഈ ബാഗിൽ നിന്ന് ചെയ്തു 4 ബോൾസ് ആർ ഡ്രോൺ അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അങ്ങനെയുള്ള ആ ബാഗിൽ നിന്ന് ഞാൻ 4 ബോൾ എടുത്തു. ഓക്കെ, ഈ ബാഗിൽ നിന്ന് ചെയ്തു ഞാൻ 4 ബോൾ എടുത്തു. ആ 4 ബോളിൽ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് 4 ബോൾ എടുത്തു. ആ 4 ബോളിൽ എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 2 ബോൾസ് ആർ വൈറ്റ് ആൻഡ് 2 ബോൾസ് ആർ ബ്ലാക്ക്. അതിൽ നിന്ന്, അതായത് ഈ ബാഗിൽ നിന്ന് ഞാൻ 4 ബോൾ എടുത്തു. 8 ബോൾ ടോട്ടൽ ഉണ്ട്, അതിൽ നിന്ന് 4 ബോൾ എടുത്തു. ആ 4 ബോൾ എനിക്കറിയാം, അതിൽ 2 ബ്ലാക്കും ആണ്, അപ്പോൾ 2 എന്താണ്? വൈറ്റും ആണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്, എന്തായാലും ഈ ബാഗിൽ 2 ബ്ലാക്കും 2 വൈറ്റും ഉണ്ടാവും അല്ലെ? ടോട്ടൽ 8 ബോളിൽ 2 എന്തായാലും ബ്ലാക്ക് ആണ്, 2 എന്തായാലും എന്താണ്? വൈറ്റ് ആണ്. ആ പോസിബിലിറ്റി എന്തായാലും അവിടെ ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബാഗ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്സ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. അതായത് ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിൽ 8 ബോൾസ് ഉള്ളത്. ആ 8 ബോൾസിൽ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അല്ലെ? എത്ര ബ്ലാക്ക് ഉണ്ട് എത്ര വൈറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയൂല. ഓക്കെ, അറിയൂല. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്തത്? ആ 8 ബോളിൽ നിന്ന് 4 ബോൾ ഞാൻ എടുത്തു. ഓക്കെ, അതിൽ 2 ബ്ലാക്കും 2 വൈറ്റും ആണെന്ന് എനിക്കറിയാം, അറിയുന്ന കാര്യമാണത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ എടുത്ത ബോക്സ് ഉണ്ടല്ലോ, അതായത് ഞാൻ എടുത്ത ഈ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിൽ ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്കും വൈറ്റും ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി. അതായത് ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്കും വൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ബ്ലാക്കും 4 വൈറ്റും അല്ലേ? അതാവാനുള്ള പ്രോബിലിറ്റി എന്താണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട രീതി എത്ര ടൈപ്പ് പോസിബിൾ ആണെന്നാണ്. ഒന്ന് ആലോചിക്ക്. നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മുടെ ബോക്സിൽ എന്താവണം? ബോക്സിൽ ഈക്വൽ നമ്പർ ഓഫ് വൈറ്റും ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്കും ആവണം. അപ്പൊ എന്താ? 4 വൈറ്റും 4 ബ്ലാക്കും ആണ്ടേ? ഇതല്ലേ ഇതിന്റെ പ്രോബിലിറ്റി അല്ലേ കാണുന്നത്? പക്ഷെ ഇങ്ങനെ മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത് അല്ലല്ലോ. വേറൊരു പോസിബിലിറ്റി എന്താ? ബാഗ് ഉണ്ട്, ആ ബാഗിൽ 5 വൈറ്റും 3 ബ്ലാക്കും ആയിക്കൂടെ? ഇങ്ങനെയാണെങ്കിലും ഇതിന് 2 വൈറ്റും 2 ബ്ലാക്ക് എടുത്തൂടെ അല്ലെ? വേറെ പോസിബിലിറ്റി നോക്കാം. അതാ ഒരു ബോക്സ് വരച്ചു. ആ ബോക്സിൽ ഞാൻ 6 ബ്ലാക്കും 2 വൈറ്റും ആയിക്കൂടെ? അങ്ങനെയാലും പ്രശ്നമല്ലോ. ഓക്കെ, ഇനി 7 ബ്ലാക്കും 1 വൈറ്റും ആകാൻ പറ്റുമോ? 7 ബ്ലാക്കും 1 വൈറ്റും പറ്റില്ല. എന്തുകൊണ്ടാ? 2 വൈറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി അല്ലെ? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? ഞാൻ 2 ബ്ലാക്കും 2 വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തേ പറ്റില്ല? അവിടെ ഒരു വൈറ്റ്, 7 ബ്ലാക്ക് 1 വൈറ്റ് എന്ന പോസിബിലിറ്റി ഇല്ല. 1 വൈറ്റ് ആയാൽ ആ 1 വൈറ്റിൽ നിന്ന് 2 വൈറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഓക്കെ, അപ്പൊ പറ്റൂല. ഓക്കെ, ദെൻ അടുത്ത ബോക്സ്, 4ാമത്തെ ബോക്സ് എങ്ങനെ വേടാ? എടാ, അവിടെ 3 ബ്ലാക്കും 5 വൈറ്റും പറ്റൂലേ? അതേപോലെ ലാസ്റ്റ് കേസ് 2 ബ്ലാക്കും 6 വൈറ്റും പറ്റൂലേ? ഇത്രയാണ് ആ ബാഗിൽ പോസിബിൾ ആയില്ല വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷൻ. അതായത് മിനിമം 2 ബ്ലാക്ക് എങ്കിലും വേണം, മിനിമം 2 വൈറ്റ് എങ്കിലും വേണം. കാരണം ഞാൻ 4 ബോൾ എടുത്തപ്പം അതിൽ 2 ബ്ലാക്കും 2 വൈറ്റും ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇത് ബാഗ് 1, ബാഗ് 2, ബാഗ് 3, ബാഗ് 4, ബാഗ് 5 ആണെന്ന് വിചാരിക്കും. നമുക്കറിയാം
പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയിൽ ബി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്ന ആളല്ലേ, എ ഗിവൺ ബി ഈസ് ഓൾറെഡി ഗിവൺ, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ എന്നല്ല അതിന്റെ അർത്ഥം അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഞാൻ 4 ബോൾ എടുത്തു അല്ലെ. ഗിവൺ എന്താ, ഗിവൺ ദാറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു വൃത്തിയായിട്ട് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 2 balls ആർ വൈറ്റ് ആൻഡ് 2 balls ആർ ബ്ലാക്ക് അല്ലേ. അപ്പൊ ഞാൻ എടുത്തതിൽ 2 balls എന്താ ബ്ലാക്ക് ആണ്, അപ്പൊ 2 balls എന്താ വൈറ്റ് ആണ്. ഇത് ഗിവൺ ആണ് അല്ലെ. ഗിവൺ ആയ ആളെ എപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഈ സ്ലാഷിന്റെ താഴെ എഴുതാം. സോ 2 black and 2 white. എന്തിന്റെ പ്രോബിലിറ്റി ആണത്, ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്കും ഈക്വൽ നമ്പർ ഓഫ് വൈറ്റും കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ. അവിടെ ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്കും ഈക്വൽ നമ്പർ ഓഫ് വൈറ്റും ആണ് ബാഗിൽ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി. അതേത് ബാഗിലാ, അവിടെ ഈ ബാഗിലല്ലേ ഈക്വൽ നമ്പർ ഓഫ് വൈറ്റും ഈക്വൽ നമ്പർ ഓഫ് ബ്ലാക്ക് ഉള്ളത്. അപ്പൊ ബാഗ് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ല നമുക്ക് കാണുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 given that 2 black and 2 white. അപ്പൊ എന്ത് ചെയ്താ, യെസ് പ്രോബിലിറ്റി ഓഫ് നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താ, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി അല്ലേ. അപ്പൊ എന്ത് വരാ, പ്രോബിലിറ്റി ഓഫ് 1 intersection 2 black and 2 white divided by probability of 2 black and 2 white that equal to, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ന്യൂമറേറ്റർ ആണ്. പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 intersection 2 black and 2 white. ബാഗ് 1 ചൂസ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യുക, 2 ബ്ലാക്കും 2 വൈറ്റും ചൂസ് ചെയ്യുക അല്ലെ. ഇതിന്റെ അർത്ഥം എന്താ, ബാഗ് 1 intersection 2 black 2 white അല്ലെ. ബാഗ് 1 2 ബ്ലാക്കും 2 വൈറ്റും എടുക്കാനുള്ള പ്രോബിലിറ്റി അല്ലേ. എന്താ വരിക, ആദ്യം ഞാൻ ബാഗ് 1 ചൂസ് ചെയ്യാണ്. ഇവിടെ ആകെ 5 ബാഗുകളല്ലേ ഉള്ളത്. 5 ബാഗിൽ നിന്ന് 1 ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ, 1/5 അല്ലേ. ഇനി ആ ബാഗിൽ നിന്ന് 2 ബ്ലാക്കും 2 വൈറ്റും എടുക്കണം. ഫസ്റ്റ് ബാഗിൽ 4 വൈറ്റും 4 ബ്ലാക്കും അല്ലേ. സോ ഈ 4 വൈറ്റിൽ നിന്ന് 2 വൈറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ 4C2 അല്ലേ. ആൻഡ് 4 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക് എടുക്കാന്ന് പറഞ്ഞാൽ 4C2 അല്ലേ. ഡിവൈഡ് ബൈ ടോട്ടൽ എന്താ, ടോട്ടൽ 8 അല്ലേ. 8 2 എടുക്കല്ലേ, അപ്പൊ 8C2. ഇതാണ് ന്യൂമറേറ്റർ വരിക. ഞാൻ ഒന്നുകൂടി പറയാം, വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം 2024 ഷിഫ്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ബേസ് തിയറം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് നോക്ക്, മോൾത്താള് 1 intersection 2 black and 2 white. ഒന്നാമത്തെ ബാഗിൽ നിന്ന് 2 ബ്ലാക്കും 2 വൈറ്റ് എടുക്കണം. ആദ്യം ഒന്നാമത്തെ ബാഗ് ചൂസ് ചെയ്യണ്ടേ, 1/5. ദെൻ അതിന് 2 ബ്ലാക്കും 2 വൈറ്റ് എടുക്കുക. സോ ഇത് 8C2 അല്ല കേട്ടോ, 8C4 ആണ്. കാരണം എന്താ, 4 ബോൾ എടുക്കുന്നില്ലേ അല്ലെ. അതായത് ഈ 8 ബോളിൽ നിന്ന് 4 ബോൾ എടുക്കുക. അപ്പൊ എന്താ, 8C4 ആണ് ടോട്ടൽ വരിക. ഓക്കെ, ടോട്ടൽ എന്താ 8C4. ഇനി 2 ബ്ലാക്ക് അല്ലേ, അപ്പൊ എന്താ വരിക, 4 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 4C2. ദെൻ 4 വൈറ്റിൽ നിന്ന് 2 വൈറ്റ് എന്ന് പറഞ്ഞാൽ 4C2. അത് കഴിഞ്ഞു, ന്യൂമറേറ്റർ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ ആരാ, ആ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 2 ബ്ലാക്ക് ആൻഡ് 2 വൈറ്റ് അല്ലേ. അതിന്റെ അർത്ഥം എന്താ, ഞാൻ 2 ബ്ലാക്കും 2 വൈറ്റും എടുക്കാനുള്ള പ്രോബിലിറ്റി. 2 ബ്ലാക്കും 2 വൈറ്റും എവിടെ നിന്നാണ് എടുക്കുക, എവിടെ നിന്ന് എടുത്തൂടെ. ഈ 5 ബാഗിൽ നിന്ന് ഏതൊരു ബാഗിൽ നിന്നും 2 ബ്ലാക്കും 2 വൈറ്റും എടുത്തൂടെ എനിക്ക് എടുക്കാം. അപ്പൊ നോക്കുക, ഒന്നെങ്കിൽ ബാഗ് 1 എടുക്കാം, അല്ലെങ്കിൽ ബാഗ് 2 എടുക്കാം, അല്ലെങ്കിൽ ബാഗ് 3 എടുക്കാം, അല്ലെങ്കിൽ ബാഗ് 4 എടുക്കാം, അല്ലെങ്കിൽ ബാഗ് 5 എടുത്തൂടെ. സോ ഞാൻ ആദ്യം ബാഗ് 1 എടുക്കാം. അതന്നെയല്ലേ ഇയാള് എന്താ വരിക, ബാഗ് 1 ചൂസ് ചെയ്യുക, 1/5. താഴെ ടോട്ടൽ 8C4 ആണ്. ദെൻ അതിന് 4 വൈറ്റിൽ നിന്ന് 2 എടുക്കുക, 4C2. 4 ബ്ലാക്കിൽ നിന്ന് 2 എടുക്കുക, 4C2. അത് കഴിഞ്ഞു. ബാഗ് 1 ഞാൻ എടുത്തു. ഇനി ബാഗ് 2 എടുക്കാലോ. അപ്പൊ എന്താ, ആദ്യം ബാഗ് 2 ചൂസ് ചെയ്യുക, 1/5. താഴെ 8 4 എടുക്കുക, 8C4 ആണ് അല്ലെ. ഇനി നോക്കുക, 2 ബ്ലാക്കും 2 വൈറ്റും അല്ലേ. 5 വൈറ്റിൽ നിന്ന് 2 വൈറ്റ് എത്രയാ, 5C2 ഇൻറ്റു 3 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക് അപ്പൊ എത്രയാ, 3C2. അതും കഴിഞ്ഞു. പ്ലസ് ബാഗ് 3 ചൂസ് ചെയ്യാം, എത്രയാ, 1/5. താഴെ അഗെയിൻ 8 ബോളിൽ നിന്ന് 4 എടുക്കുക, 8C4. ദെൻ 6 ബ്ലാക്കിൽ നിന്ന് 2 എടുക്കുക, 6C2. 2 വൈറ്റിൽ നിന്ന് 2 എടുക്കുക, 2C2. അഗെയിൻ പ്ലസ് ഇതും കഴിഞ്ഞു. അവിടുത്തെ ബാഗ് ചൂസ് ചെയ്യുക, എത്രയാ, 1/5. താഴെ അഗെയിൻ 8C4. ദെൻ 3 ബ്ലാക്കിൽ നിന്ന് 2 എടുക്കുക, 3C2. ആൻഡ് 5 ബ്ലാക്കിൽ നിന്ന് 2 എടുക്കുക, 5C2. ലാസ്റ്റ് വൺ ഞാൻ ഇവിടെ എഴുതാണ്, പ്ലസ് 4th ബാഗ് കഴിഞ്ഞു. 5th ബാഗ് എന്താ, 1/5. അഗൈൻ താഴെ എന്താ, 8 ബോളിൽ നിന്ന് 4 എടുക്കുക, 8C4.
ദെൻ 2 ബ്ലാക്ക് നിന്ന് 2 ബോൾ എടുക്കുക 2c2 ആൻഡ് 6 വൈറ്റ് നിന്ന് 2 എടുക്കുക 6c2 അല്ലെ. ഇതാണ് നമ്മൾ ചെയ്ത കാര്യം. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയോ, ബേസ് തിയറം തന്നെയാണ്. ഓക്കെ, ആ ബേസ് തിയറത്തിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. കട്ട് ചെയ്യേണ്ട ആൾക്കാർ കട്ട് ചെയ്യണം. 1/5 എല്ലായിടത്തും ഇല്ലേ, ആ 1/5 കട്ട് ചെയ്ത് ഒഴിവാക്കാം. 8c4 താഴെ എല്ലായിടത്തും ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാക്കി ആരെ വരിക, ഞാൻ ഒരു പുതിയ പേജിൽ എഴുതാം. ബാക്കി ആരെ വരിക, മുകളിൽ 4c2 ഇൻറ്റു 4c2 4c2 ഇൻറ്റു 4c2. താഴെയോ, താഴെ വരിക 4c2 ഇൻറ്റു 4c2 പ്ലസ് 5c2 ഇൻറ്റു 3c2 5c2 ഇൻറ്റു 3c2 പ്ലസ് 6c2 ഇൻറ്റു 2c2 പ്ലസ് 3c2 ഇൻറ്റു 5c2 പ്ലസ് 2c2 ഇൻറ്റു 6c2 2c2 ഇൻറ്റു 6c2. ഇതാണ് വരിക അല്ലെ. ഇനി ഓരോ ടേമും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4c2 എന്താ വരിക, 4 ഇൻറ്റു 3/1 അല്ലേ. അപ്പം എന്താ വരിക, 23 6 വരും. 6 ഇൻറ്റു 6 ഡിവൈഡ് ബൈ ഇത് 6 ആണ്, ഇൻറ്റു ഇതും 6 ആണ്. പ്ലസ് 5c2 എന്താ, 5 ഇൻറ്റു 4/1 ഇൻറ്റു എന്താ 10 ആണ് അല്ലെ. 3c2 3 ആണ്. അഗൈൻ 6c2 എന്താ, നമുക്കറിയാം 6c2 എന്താ 6 ഇൻറ്റു 5/1 ഇൻറ്റു 2 അല്ലേ. എന്താ വരിക, 15 അല്ലേ വരിക. 15 ഇൻറ്റു 2c2 എന്താ 1 ആണ്. പ്ലസ് 3c2 3 ആണ്, 5c2 എന്താണ് 10 ആണ്. പ്ലസ് 2c2 1 ആണ്, 6c2 എന്താണ് 15 ആണ്. എന്താ വരിക, 36 ഡിവൈഡ് ബൈ 36 പ്ലസ് 30 പ്ലസ് 15 പ്ലസ് 13 പ്ലസ് 15 വരും. അത് സോൾവ് ചെയ്ത ആൻസർ 2/7 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 2/7. ഓപ്ഷൻ 2 ആണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയിട്ടാവും. ഇവിടെ ചെയ്ത കാര്യമാണ് ബേസ് തിയറം. ആ ബേസ് തിയറത്തിന്റെ ഒരു ഇക്വേഷനും നമ്മൾ യൂസ് ചെയ്തില്ല. നമുക്ക് അറിയേണ്ട ആ കാര്യം എന്താ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അത് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും.